السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. റഹ്മത്തിൻ്റെ 10 2025 ഒരു വെള്ളിയാഴ്ച രാവ് മാത്രമേ ഈ വിശുദ്ധ റമദാനിൽ നമുക്കുള്ളൂ. അത് ഇന്നാണ്. അടുത്ത വെള്ളിയാഴ്ച മഗ്ഫിറത്തിൻ്റെ 10 ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ പൊതുമാപ്പ് നമ്മൾ മുതലെടുക്കണം. ഇതൊരു പൊതുമാപ്പാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടം ഇളാഅത്തുൽ വഖത്ത് എന്നതാണ്. മഹാന്മാരായ ചില പണ്ഡിതന്മാർ, കുശാഗ്ര ബുദ്ധിയുള്ള ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ച ഒന്ന് ശ്രദ്ധേയമായി തോന്നി. മനുഷ്യൻ മരിക്കുന്നതിനേക്കാളും അശ്രദ്ധാണ്, ഗൗരവമാണ് സമയം മരിക്കുക എന്നത്. എന്ന് പറഞ്ഞാൽ സമയം വെറുതെ പോവുക. സമയം വെറുതെ പോയാൽ അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകലും. മരിച്ചാൽ അകലൂല. മരിച്ചാൽ കഴിഞ്ഞല്ലേ, മരിച്ചാൽ പിന്നെ തക്ലീഫില്ലല്ലോ. മരിച്ച ആളുകളെ അവരുടെ മരണത്തിന്റെ കാലദൈർഘ്യം അനുസരിച്ചുകൊണ്ട് അള്ളാഹു താല നേരിടൂലല്ലോ. മരിച്ചാലൊക്കെ കഴിഞ്ഞു. ഒരാൾ ജനാപത്തുകാരനായിട്ടാണ് മരിച്ചെങ്കിൽ പിന്നെ ജനാപത്ത് കുളി പോലും അവന്റെ മേലിലില്ല, ഒക്കെ കഴിഞ്ഞു. അപ്പോൾ മരണം എന്നതിനേക്കാൾ ഗൗരവമാണ് അള്ളാഹു താല സമയം കൊടുത്തിട്ട് ആ സമയം വെറുതെ കളയാന്നുള്ളത്. ഇളാഅത്തുൽ വഖത്ത് അശദ്ദു മിനൽ മൗത്ത് എന്നൊരു വാക്ക് ഈടെ അടുത്തൊരു കിതാബിൽ കണ്ടു. എന്നെ വല്ലാതെ സ്വാധീനിച്ചു ആ വാക്ക്. ഇളാഅത്തുൽ വഖത്ത് അശദ്ദു മിനൽ മൗത്ത്. സമയം വെറുതെ പോകുന്നുള്ളത് മരണത്തിനേക്കാൾ ഗൗരവമാണ്. ലിഅന്ന ഇളാഅത്തുൽ വഖത്ത് തംനഉക മിനല്ലാഹ്. സമയം വെറുതെ പോകുന്നുള്ളത് നിന്നെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നതാണ്. മൗത്ത് അങ്ങനല്ല. സമയം വെറുതെ ഇങ്ങനെ പോവാ. 2025 ഒറ്റ വെള്ളിയാഴ്ച രാവേ നമുക്കുള്ളൂ. ഒറ്റ വെള്ളിയാഴ്ച രാവ് റഹ്മത്തിന്റെ 10 ഇന്നത്തോടെ കൂടി കഴിഞ്ഞു. ഇനി 2026 വരണം. ഒരു വെള്ളിയാഴ്ച രാവ് ഇങ്ങനെ കിട്ടണമെങ്കിൽ അത് ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇതൊരു പൊതുമാപ്പാണ്. ഈ 10 എന്ന് പറഞ്ഞാൽ പൊതുമാപ്പാണ്. പൊതുമാപ്പ് ഗൾഫുകാർക്ക് അറിയാലോ. ഞാന് ചില ഗൾഫുകാർ എന്നോട് പറയാറുണ്ട്, കച്ചറളിച്ചാണ് വെറുതെ പുറത്തു പോയിട്ടിരിക്കുന്ന. 10 ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോ ഉള്ളിലല്ലേ ഇരിക്കേണ്ടി എന്ന് വെച്ചാൽ പിടിച്ച് കിട്ടിയാൽ കഴിച്ചില്ലായി ഉസ്താദ് എന്നറിയാം. കാരണം പൊതുമാപ്പായിരിക്കും. പൊതുമാപ്പാകുമ്പോ പിടിച്ചു കിട്ടിയാൽ ടിക്കറ്റ് ഷെയ്ഖിന്റെ വക നാട്ടിൽ കൊണ്ട് കയറ്റി അയക്കും, സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കും. നേരെ മറിച്ച് പൊതുമാപ്പല്ലെങ്കിൽ എല്ലാവരും റൂമിന്റെ ഉള്ളിലായിരിക്കും, പിടിക്കോന്ന് പേടിച്ചിട്ട്. പൊതുമാപ്പിൽ പിടിച്ചു കിട്ടാൻ പുറത്ത്, പൊതുമാപ്പല്ലെങ്കിൽ പിടിക്കോന്ന് പേടിച്ചിട്ട് ഉള്ളില്. ഇതൊരു പൊതുമാപ്പാണ് ഈ 10 ദിവസം. ഇതിന്റെ ആനുകൂല്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ അധോഗതിയുടെ അടിയിലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഇന്നത്തെ ദിവസം ഒറ്റ അമല് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒറ്റ അമല്, രണ്ടാമത്തെ ഒരു അമലില്ല. അത് ജീവിതത്തിൽ ഉടനീളം ദീപശിഖയായിട്ട് കൊണ്ടെടുക്കാനുള്ള അമലാണ്. ഇതിൽ മുറുകെ പിടിച്ചവൻ നരകത്ത് പോവില്ല എന്നതിന്റെ കഫീല് മുഹമ്മദ് മുസ്തഫയാണ്. ഇതെല്ലാവർക്കും കൊണ്ട് കഴിയില്ല. ഇത് സ്വർഗത്ത് പോകുന്ന ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനത്തെ അമലാണ്. ഖുർആൻ എല്ലാവരും ഓതും. ഖുർആൻ എല്ലാവരും ഓതൂല്ലേ? കാദിയാനി ഖുർആൻ ഓതുന്നില്ലേ? ഖുർആൻ ഓത്ത് നാളെ മുതൽ നിർത്തണ്ട കേട്ടോ. അതിന് പറയല്ലേ, നല്ലോണം ഓതണം. ഓത്തൊരിക്കലും നിർത്തരുത്. പക്ഷെ ഖുർആൻ എല്ലാവരും ഓതും. ഖുർആൻ കാദിയാനി ഓതും, ബിദ്അത്തിന്റെ അഹ്ലുകാർ ഓതും, അഹ്ലു സുന്നന്റെ ആളുകൾ ഓതും. എല്ലാവരും നരകത്ത് പോണ ആൾക്കാരും ഖുർആൻ ഓതും, സ്വർഗത്ത് പോണ ആൾക്കാരും ഖുർആൻ ഓതും. പക്ഷെ സ്വർഗത്ത് പോണ ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു അമലുണ്ട്. അതാണെന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവായതുകൊണ്ട്. എന്നാണ് പറഞ്ഞാലോ, അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അത് നരകത്ത് പോണ ആളുകൾക്ക് അധികരിപ്പിക്കാൻ കഴിയേയില്ല. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. കാരണം യായുവല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു തആല ഇത് ഏൽപ്പിച്ചത്. അങ്ങനെ ഖുർആനോത്ത് ഏൽപ്പിച്ചിട്ടില്ല. കാരണം ഖുർആൻ ഈമാൻ ഇല്ലാത്തവരും ഓതും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയുന്ന ആളുകൾ നരകത്തിന്റെ അടിയിൽ പോണ ആൾക്കാരാണ്. അവരെ പേര് ഖവാരിജ് എന്ന്. അവരെ പോലെ ഖുർആൻ അലിയാരും കൂടി ഓതിയിട്ടില്ല. പഠിച്ചോനെ, ഇന്നു മുതൽ ഖുർആനോത്ത് നിർത്തോ. പഠിച്ചോനെ, ഖുർആനോത്ത് നിർത്തരുതിട്ടോ. അതിനുവേണ്ടി പറയല്ല ഞാൻ പറയണത്. നമുക്കൊരു തിരിച്ചറിയൽ കാർഡ് വേണം. ഈമാൻ ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ട്. ഖുർആൻ പറഞ്ഞ തിരിച്ചറിയൽ കാർഡ്.
അത് ഹബീബിന്റെ മേലിൽ സ്വലാത്ത് അധികരിക്കും. തൗഫീഖുള്ളവരൊക്കെ ചെയ്യും. ഇപ്പൊ ഞാൻ മുത്താലിമ്യങ്ങളെ തന്നെ അങ്ങനെ നോക്കുമ്പോൾ തൗഫീഖുള്ളവരൊക്കെ അത്രയൊക്കെ പറ്റി മുന്നിലെ സഫീൽ ഫുള്ളായിട്ടുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ ഇളിച്ചിങ്ങാണ്ട് അവിടെ മടി അതും ഇരിക്കുന്നുണ്ട്. എപ്പോഴും തൗഫീഖ് ഇല്ലാമ രണ്ടും രണ്ടനാണ്. ചങ്ങായിക്ക് ചിരിക്കൽ തന്നെ പണി. അതിനനുസരിച്ച് ഒപ്പം പോയിരിക്കും ചെയ്യും. വെറുതെ ചിരിക്കുക ഒന്നുമില്ല, എങ്ങനെ ചിരിക്കുന്ന വേറെ ചില കുട്ടികളുണ്ട്, അവർ അത്രയൊക്കെ പൂശി ഒന്നും കൊടുത്ത് ആ ഭവ്യതയോട് കൂടി ഒന്നാം സഫിൽ ഇങ്ങനെ ഇരുന്ന് ആ തൗഫീഖ് എന്ന് അതിന് പറയാം. ഏതാളുകളും അങ്ങനെ തന്നെ. തൗഫീഖ് ഉള്ളവർ അതിന്റെ സ്വഭാവം കാണിക്കും, തൗഫീഖ് ഇല്ലാത്തവർ അതിന്റെ സ്വഭാവം കാണിക്കും. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തട്ടെ, അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തട്ടെ. ആ തൗഫീഖ് എന്നുള്ള വലിയ സംഗതിയാണ്. സ്വലാത്ത് അധികരിപ്പിക്കാൻ ഒരാൾക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ നരകത്തിന്റെ ഓനെ തൊടൂല, ഒരു സംശയക്കാത്തില്ല. വെള്ളിയാഴ്ച രാവാണെങ്കിൽ പറയും വേണ്ട, അത് അതിനായിട്ടുള്ള ഈസ. ഹസൻ ബസരി റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരു ഉമ്മ എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഹസൻ ബസരി വലിയ മഹാനാണ്, ഹസൻ ബസരി തങ്ങളുടെ വാപ്പയും അടിമയാണ് ഉമ്മയും അടിമയാണ്. പക്ഷെ ലോകം അതൊന്നും നോക്കിയില്ല, ആളങ്ങോട്ട് പൊക്കി. വാപ്പയും അടിമയാണ് ഉമ്മയും അടിമയാണ്. അടിമച്ചന്തീന്ന് വാപ്പി അടിമ ഉമ്മി അടിമ. വാപ്പി ഉമ്മി അടിമയാണെങ്കിൽ അങ്ങനത്തെ ഒരാളെ കുട്ടീനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? പക്ഷെ ലോകം അതൊന്നും നോക്കിയില്ല. വലിയ വലിയ ഉലമാ വരെ പൊക്കി എവിടെ എത്തിച്ചു ആ മഹാനെ. കാരണം എന്താ? ആ അടിമന്റെ മോനാണ് നോക്കിയില്ല, ഇൽമുള്ള ആളാണ്. ഇൽമിന്റെ മേലെ ഈ ലോകത്തൊന്നുമില്ല. അള്ളാഹു നമുക്ക് നാഫിയൽ പ്രദാനം ചെയ്യട്ടെ. അവരെടുത്തൊരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ആകെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, മരിച്ചുപോയി എന്നറിഞ്ഞു. അള്ളാന്റെ കലായല്ലേ, എന്താ ചെയ്യാന്ന് വെച്ച്. അല്ല, കലായിൽ ഞാൻ തൃപ്തയാണ്, പക്ഷെ എനിക്ക് അവളൊന്ന് കാണണം, മരിച്ചതിന് ശേഷം ഞാൻ സ്വപ്നം കണ്ടില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾക്ക് മരിച്ച ആൾക്കാരെ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്ക് പഠിത്ത എൻ്റെ ഉമ്മാനെ കാണാൻ വല്ലാത്ത ബോധി. കിടന്നുറങ്ങുമ്പോ സുബി വരെ മനപ്പ തന്നെ അങ്ങനെ വരെ അമ്മ വർദ്ധാനം പറയാ, അമ്മ ഞാനും കൂടി ഉമ്പറക്ക് പോവാ. അപ്പൊ മനുഷ്യന്മാർക്ക് ഇങ്ങനെ കാണാൻ ബോധി ഉണ്ടാവുമല്ലോ. അപ്പൊ ഹസൻ ബസരിങ്ങളോട് അറിയാം, എത്ര ആഗ്രഹിച്ച് കിടന്നിട്ടും സ്വപ്നം കാണില്ല. അപ്പൊ ഹസൻ ബസരി തങ്ങൾ കാണാനുള്ള ചില ദിക്റുകൾ പറഞ്ഞു കൊടുത്തു. ഈ ഉമ്മ പോയിട്ട് ചൊല്ലി, എന്നാ പിന്നെ കാണണ്ടെന്നായി. കണ്ടോക്കുമ്പോ ഈ പെൺകുട്ടി നരകത്ത് കിടക്കണം. കബറിലൊന്നായിട്ട് തീ, അവളെ മുടിയൊക്കെ ഇങ്ങനെ തീ കത്തിയിട്ട് കരിഞ്ഞിക്ക. പടച്ചോനെ, ഇതിനല്ല ഇപ്പൊ ദിക്റല്ലിട്ട് കാണേണ്ടി വന്നത്. പിറ്റേന്ന് പോയിട്ട് വന്നു, ഉസ്താദേ വലിയ ബേജാറുണ്ട്, നിനക്കാണ് അവസ്ഥ. എന്നാ പിന്നെ കാണേണ്ടിണ്ടായിരുന്നില്ല, എന്റെ മോള് തീയിലാണ് കിടക്കണത്. അപ്പൊ ഹസൻ ബസരി തങ്ങൾക്കും ഭയങ്കര വിഷമായി. 2 ദിവസം കഴിഞ്ഞപ്പോ ഹസൻ ബസരി തങ്ങൾ കിനാവിലൊരു പെൺകുട്ടി വരുന്നുണ്ട്, ചെറുക്കുള്ള ഒരു പെൺകുട്ടി, ആഭരണ വിഭൂഷതയായി മൊഞ്ചുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വരുന്നുണ്ട്. ഹസൻ ബസരി ഞങ്ങൾക്കാണെങ്കിൽ ഈ പെൺകുട്ടിനൊട്ട് അറിയില്ല. ഉസ്താദേ നിങ്ങൾ ഇന്നെ അറിയില്ലേ? ഞാൻ അറിയുന്നില്ല. ഇജാരാ? നിങ്ങളുടെ അടുത്തേക്ക് 3-4 ദിവസം ഒരു ഉമ്മ വന്നീന്നില്ലേ, എന്റെ മോള് മരിച്ചിരിക്കണ, എനിക്കൊന്ന് കാണണം. അത് ഞാനാണെന്ന്. അത് ഇജല്ല, അവള് നരകത്തിൽ കിടക്കാണെന്ന് ഉമ്മ പറഞ്ഞിരിക്കണേ. അയ്യെങ്ങനെ ഈ സ്വർഗത്തിലെ കുപ്പായം തോന്നുമ്പോ ആഭരണം കിട്ടിട്ടല്ലേ ഇജാറിന്? ഓളെ കുറിച്ച് ഉമ്മ പിന്നെ എന്നോട് പറഞ്ഞത് കാണേണ്ടിണ്ടായിരുന്നില്ല, നരകത്തിൽ കിടക്കാണെന്നാണ്. ആ ഉസ്താദെ ഉമ്മ കിനാവുണ്ടപ്പോ ഞാൻ നരകത്തിൽ തന്നെ ആയിരുന്നു. പിന്നെ എങ്ങനെ ഇജിപ്പൊ ഇങ്ങനെ ഉയർന്നത്? ഞങ്ങൾ 500 കബറാളികളുണ്ട് ഇന്നാലിന്ന സ്ഥലത്ത്. മനാമില് വലിയൊരു മഹാൻ കണ്ട സ്വപ്നം അഡ്രസ് ഉള്ള തന്നെ ആയിരിക്കും. നമ്മൾ കണ്ട സ്വപ്നം പോലെ ആവൂലേ? അത് അഡ്രസ് ഉള്ള തന്നെ ആയിരിക്കും. അത് അഡ്രസ് ഉള്ള തന്നെ ആയിരിക്കും. ഇന്നാലിന്ന സ്ഥലത്ത് 500 കബറാളികളുണ്ട്. ഞങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ കബറിൽ കഠിന അദാബിലായിരുന്നു. അപ്പോഴാണ് അയക്കൂടി സ്വലാത്തെ അധികരിപ്പിക്കുന്ന ഒരാളങ്ങോട്ട് പോയത്. അയാൾ ഞങ്ങളെ ശ്മശാനം വിട്ട് കടന്നോട് കൂടിയിട്ട് അവിടെ നിന്നിട്ട് അയാൾക്ക് എന്തേ തോന്നിയെന്നറിയില്ല, കുറച്ച് സ്വലാത്താണ്ടില്ലിട്ട് ആള് തോർന്നു, പടച്ചോനെ ഞാൻ ഈ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് ഈ കബറാളികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അദാബിലാണെങ്കിൽ അവരെ തൊട്ട് അദാബിനെ ഒഴിവാക്കി കൊടുക്കണേന്ന്. അതോടുകൂടി ഞങ്ങൾക്കൊക്കെ കബറിൽ പെരുന്നാളാണ് ഉസ്താദേ എന്ന് പറഞ്ഞത്. ഇപ്പൊ തീയും നരകൊന്നുമില്ല, അപ്പൊ കബറ് മൊത്തം സ്വർഗമായി മറിക്കണ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ടാണ്. ഹസൻ ബസരി തങ്ങൾ അതോടുകൂടി സ്വലാത്തിന്റെ കിതാബിനെ എഴുതി. അതുകൊണ്ട് ആ ലോക ചരിത്രം കിതാബുകളെ കുറിച്ച് പഠിച്ചാൽ അറിയാം, സ്വലാത്ത് എന്നത് 2 അമലുണ്ട്. ഒന്ന് 5 വക്ത് നിസ്കാരത്തിന് സ്വലാത്ത് എന്ന് പറയാം, ഹബീബിന്റെ മേലെ ചൊല്ലണ സ്വലാത്തിന്. പക്ഷെ ലോകത്ത് കിതാബുകളെ പരിശോധിച്ചാൽ ഇതിനുള്ളത്ര കിതാബ് അതിനില്ല. 5 വക്ത് നിസ്കാരത്തിന്റെ പരിശുദ്ധിയെ പ്രകാശിപ്പിച്ച കിതാബിനേക്കാൾ കൂടുതൽ കിതാബ് മുസ്തഫ നബിയുടെ മേലെ സ്വലാത്ത് അല്ലാൻ അതിന്റെ ഫളായിൽ വിശദീകരിച്ച കിതാബുകളാണ്. എല്ലാവരും അയിമാണ്ട് കൂടി തറ വലിയ അമലാണ് സ്വലാത്ത്. അതുകൊണ്ട് ഇന്ന് എന്നോട് നിങ്ങളോട് ഞാൻ പറയുന്നത്,
ഒരു 100 സ്വലാത്ത് 86,400 സെക്കൻഡിന്റെ ഇടയിൽ ചൊല്ലാത്ത ഒരു ദിവസം നമുക്കുണ്ടാവരുത്. എത്ര സെക്കൻഡ്? 86,400 സെക്കൻഡ്. അതിനാണ് 24 മണിക്കൂർ എന്ന് പറയാം. ഇനി വേറെ എന്തോന്ന് കണക്കൂട്ടണ്ട. 24 മണിക്കൂർ അല്ല തന്നിട്ട് 86,400 സെക്കൻഡ് എന്നിട്ട് അതിലൊരു 100 സ്വലാത്ത് നമ്മുടെ മെഹബൂബായ മുത്തിന് ചൊല്ലാനുള്ളൊരു സമയം മാറ്റി വെക്കാൻ നമുക്കില്ലെങ്കിൽ എന്തിനാ ഈമാനോട് ആയുസ് കളയണം? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് മുതലാണ് തീരുമാനിച്ചാൽ മതി. നമ്മളീ ക്ലാസ്സിന് ഇരിക്കുന്ന ഒരാൾ 100 ചുരുങ്ങിയിട്ട് ഒരു ദിവസം സ്വലാത്തല്ലായിരുന്നു. ഇക്സാറാണ് സ്വലാത്തിന്റെ അമർ. സ്വലാത്ത് അധികരിപ്പിക്കുവാന്ന് അവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എപ്പോഴാണ് ഈ അധികരിപ്പിക്കുന്നതിന് എണ്ണ എത്രയാന്ന്? ചില മഹാന്മാർ പറയണ ചുരുങ്ങിയത് 300 ചെല്ലണം എന്നാണ്. ചില മഹാന്മാർ പറഞ്ഞു 1000 ചെല്ലിയാലേ അധികരിപ്പിക്കലാവുള്ളൂ. 30,000 സ്വലാത്ത് ഒരു ദിവസം ചെല്ലിയുന്ന മഹാന്മാരെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അവര് 30,000 സ്വലാത്ത് അല്ലാതെ ഉറങ്ങൂലെന്ന്. വലിയ മഹാന്മാര് 10,000 ചുരുങ്ങിയ പരിപാടിയല്ലേ എന്ന്. 1000 എന്ന് പറഞ്ഞാൽ അതില്ലാത്ത പണികൾക്ക് അറിയില്ല. നമ്മളൊക്കെ എണ്ണം പിടിച്ച് കോട്ടുവായിട്ട് ഉറക്കം തൂങ്ങി കൗണ്ടർക്ക് നോക്കി 1000 ഒപ്പിച്ച് എത്തിക്കിട്ടിയ ഒന്നും മഹോ ആബിദായിരിക്കും നമ്മൾ. പക്ഷേ അവസാനത്തെ ഒരു എണ്ണം പിടിക്കുക 100 ചുരുങ്ങിയിട്ട് ഒരാളും സ്വലാത്തല്ലായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് 100 സ്വലാത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ തറാവീന്റെ അടിയിൽ തന്നെ 10 രൂപ നമ്മൾ ചെല്ലിയില്ലേ? നിസ്കാരത്തിൽ വേറെ, ഇനിയിപ്പോ ഒരു 11 വേറെ, ഇനി പാണ്ട് പരിയിൽ പോകുമ്പോ ഇങ്ങനെ ചെല്ലിയാൽ 100 എന്നല്ല 300 400 ഒക്കെ ആവും. പക്ഷെ തൊള്ളൊന്ന് അടക്കിച്ചാൽ മതി, ദിമ്മക്ക് ഇങ്ങനെ തിരിച്ചാൽ മതി. ഈ ഇങ്ങനെ ഇങ്ങനെ ഇതാണ് നിർത്തിയാൽ മതി. തൊള്ള അഡ്രസ് ഇല്ലാത്ത വർത്താനൊന്നും പറയാതെ സ്വലാന്തമക്ക് തിരിഞ്ഞാൽ എത്രയോ എണ്ണം നമുക്ക് ഇതിങ്ങനെ തായും മേലും പറഞ്ഞ് ആവശ്യമുള്ളൂ ഇല്ലാത്തും പറഞ്ഞ് അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി കൊപ്പരച്ചീരും ചിരിച്ച് ഞാൻ അമ്മായിമത്തക്കാരത്തിന്റെ വർത്താനം പറഞ്ഞു, നോമ്പർക്കലിന്റെ വർത്താനം പറഞ്ഞു ഇങ്ങനെ പോവന്നെ. ഒന്ന് സ്വലാത്തല്ലേ എന്ത് ബുദ്ധിമുട്ട് ഏടെങ്ങനെ അറിയില്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിരിച്ച് മരിക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളുടെയും തീരുമാനങ്ങൾ മാറ്റിമറിയുന്ന ദിനമാണ് വെള്ളിയാഴ്ച രാവിലെ. അതാണ് ഇബ്നു ശറാഹ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. അവര് ജീവിതത്തിൽ നരകത്ത് കടക്കുമെന്ന് പേടിച്ചിട്ട് ചിരിക്കാത്ത ആളാണ്. ചിരിക്കൂല, നരകത്ത് പഠിച്ചു. ചിരി കണ്ടു വരുമ്പോ നരകം കണ്ടു വരും, അതിൽ ചിരി പോകും. അതാളാണ്. ആ മഹാനോട് ഇടയ്ക്ക് ഒരാൾ വെച്ചു, എന്താ ചെയ്യുക എപ്പോഴാ പിന്നെ ഒന്നൊക്കെ ചിരിക്കണ്ടോ? മരിക്കാൻ കാത്തുക ചിരിക്കാൻ? ഞാൻ മരിക്കാൻ കാത്തുക്കാണ്. മരിക്കുമ്പോ ചിരിച്ചിട്ടാണ് മരിച്ചത്, ചിരിച്ചിട്ടാണ് മരിച്ചത്. മയ്യത്ത് ഒളിപ്പിക്കുന്ന ആൾക്കാർ പറയാം ഞങ്ങളോട് ഇങ്ങനെ ചിരിക്കണ പോലെ തോന്നുക. ആളുകൾക്ക് മൂപ്പരുടെ മുഖം പ്രസന്ന ഭാവം, പ്രഭാമയം, പുഞ്ചിരിക്കുന്ന ചുണ്ട്. അപ്പൊ ആളുകൾക്ക് തോന്നി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മയ്യത്ത് എടുത്താൽ മതിയെന്ന്. ഈ മുഖം ഇങ്ങനെ കാണാൻ. അപ്പൊ മൂപ്പർ റൂമിൽ നിന്നൊരു സൗണ്ട് കേട്ടു എന്നാണ്, ഖദിമൂനി ഇലൽ ഖബർ യന്തളിറുനി റസൂലുള്ളാഹ്. ഇന്ന വേഗം കൊണ്ടുപോയിക്കോളെ മരിയൊക്കെ ഖബർക്ക്, റസൂലുള്ളാഹ് വന്നിട്ട് കാത്തിക്കുണ്ട്. യാ റബ്ബ്, സ്വലാത്ത് അധികരിപ്പിച്ചവനെ ഖബറിൽ എത്തുന്നതിന് മുമ്പ് അവിടെ ആളുണ്ടാവും, സ്വീകരിക്കാൻ അവിടെ ആളുണ്ടാവും. നമ്മളിപ്പോ ഖബറിൽ ആരെ കാത്തുക? ചേരിയും പാമ്പും താവളയും ഉണ്ടാവും എന്നല്ലാതെ. നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് നമ്മളെ സ്വീകരിക്കുന്ന ആൾക്കാർ അവിടെ റെഡിയാക്കും. അങ്ങനത്തെ ആൺകുട്ടികളുണ്ട്. അതാണ് പറഞ്ഞത്, നിങ്ങൾ ഇന്നവിടെ വെച്ച് കളിക്കല്ലേ, കത്തിമോനി വേഗം കൊണ്ടുപോയി. എന്റെ ഖബറിൽ എന്നെ അള്ളാന്റെ റസൂല് കാത്തിരിക്കുകയാണ്, ഇവിടെ വെച്ച് എന്നെ നിങ്ങൾ നീട്ടല്ലേ എന്ന് മഹാനവറുകളുടെ റൂമിൽ നിന്ന് വിളിയാളം വരികയാണ്. അധ്വാനിച്ച ആളുകൾ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവാണ്, നല്ലോണം സ്വലാത്തില്ല, ഉറങ്ങാനാണ്ട് കിടന്നാൽ സ്വലാത്ത് ചെല്ലി 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 അങ്ങനാണ്ട് കിടന്നാൽ ആ കിനാവിൽ വരൂലേ മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ ഒരു കണക്കല്ലേ വരണല്ലോ, കിനാവിൽ വരില്ലേ. നമ്മളെ എത്ര ആൾക്കാർ ഈ കൂട്ടത്തിൽ പ്രസംഗിക്കണവരും ആചാലമാണവരൊക്കെ ഉണ്ട്. എത്ര കിനാവിൽ അള്ളാന്റെ റസൂലിന് കൂട്ടുപിടിച്ചിട്ടുണ്ട്. ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ വരൂലേ. അപ്പൊ വരണില്ലെങ്കിൽ പേടിക്കും വേണം ചിലപ്പോ. ഇത് നമ്മളായിട്ട് ബന്ധമില്ലേ. ഏറ്റവും സ്നേഹമുള്ളവർ കിനാവിൽ വരില്ലേ.
അങ്ങനെ ആ വൈക്കും ചിന്തിക്കുക. വേറെ ഒരുപാട് ചിന്തകൾ അവിടെ ഉണ്ടെങ്കിലും അങ്ങനെ ചിന്തിക്കുക. ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ വരണ്ടേ? നമ്മൾ ഞമ്മക്ക് കിനാവിൽ കാണുന്നവക്കാരാ, നമ്മളെ മനസ്സിലുള്ളവർ വേറെ ആരാ? മനസ്സിലും ഭാവനയിലില്ലാത്ത ആരെങ്കിലൊക്കെ കിനാവിൽ വരുന്നുണ്ടോ? അപൂർവമായിട്ട് എപ്പോഴെങ്കിലും ഉണ്ടാവുന്നല്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. തൗഫീക്കിന്റെ വാതിൽ അള്ളാഹു തുറന്നേറ്റെ. മദീന എന്ന് പറഞ്ഞാൽ വികാരമാണ്. മദീന എന്ന് പറഞ്ഞാൽ ഒരു കരച്ചിലാണ്, അല്ല എണ്ണം പിടിക്കണതിന്റെ പേരല്ല. ഞാൻ റൗദയിൽ ഇത്രേ മണിക്കൂർ ഇരുന്ന് ഇത്രേ മണിക്കൂർ, ചിലര് പേടിച്ചിട്ട് ആ ഏരിയക്ക് തന്നെ പോകാത്തവരുണ്ട് ഇഷ്ക് മൊത്തിട്ട്. ഇപ്പൊ എണ്ണം പിടിച്ച് കളിക്കണ കാലാണ്. എത്ര എത്ര വട്ടം മുത്തി, എത്ര കുന്ന് കയറി, എണ്ണ ഇങ്ങനെ പിടിച്ചിട്ട് അതൊക്കെ ലൈവാക്കി വിടുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആൺകുട്ടികൾ അതിൻ്റെ ഇടയിലുണ്ട് ഒപ്പിച്ചു പോരുന്നവര്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഹബീബിനെ വഹിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات. اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه هذا الجلال والإكرام. رسالة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين ورحمتك. നിങ്ങൾ ഫോണിൽ നിങ്ങൾക്ക് നല്ലൊരു സമ്മാനം കിട്ടിയിരിക്കും. ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഹബീബിനെ കുറിച്ച് വല്ലാതെ പാടുന്ന ആളാണ്. നിങ്ങളൊക്കെ തുറന്ന അപ്പ ഈ കുട്ടിൻ്റെ കാണാം. എല്ലായിടത്തും പ്രോജ്വലിച്ചിരിക്കുന്ന ഗായകനാണ്. ദൂരേന്ന് വന്ന നിലമ്പൂർ പറഞ്ഞു വന്നതാ. ഒരു ചെറിയ വോയിസ് കിട്ടാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നമ്മൾ വന്ന പക്കം ഒരു പാട്ട് പഠിച്ചാലോ അല്ലേ? ഇന്നും അത് തന്നെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ആരും സമയം വൈകുണ്ടോ? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്താ മനസ്സ് തോന്നുന്ന ആ പാട്ട് ഇൻഷാ അല്ലാഹ്. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. മീമോട് തുടങ്ങും മദീന മഷ്ഹൂർ ബലദുൽ അമീന. മിസ്കിൻ്റെ മമ്പസ്ഥാന മിസ്ബാഹ് നൂർ നബീന. الصلاة على النبي والسلام على الرسول والحبيب العربي. منم قبة الخضراء محبوب مزارا. منم قبة الخضراء محبوب مزارا. കാണാൻ മുനവ്വറ
കരയുന്നൊരു ഫഖീറ. ഇത് ഖിബ്ലത്തുൽ ഖിബ്ല, ആ റൗളയിലൻ ഖുബ്ല. ഇത് ഖിബ്ലത്തുൽ ഖിബ്ല, ആ റൗളയിലൻ ഖുബ്ല. വിളിക്കൂല ബിലാ മുഹ്ല, വരണം മൗത്തിൻ ഖബ്ല. എൻ മൗത്ത് സക്കറാത്ത്, ഏറ്റം ഖബറിലെ ദുൽമത്ത്. എൻ മൗത്ത് സക്കറാത്ത്, ഏറ്റം ഖബറിലെ ദുൽമത്ത്. എടങ്ങേറിൽ ഖിയാമത്ത്, എടങ്ങേറിൽ ഖിയാമത്ത്. എന്റാള് മദീനത്ത്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പതിമക്ക പിറന്നോരെ, പരൻ തന്ന റസൂലോരെ. പരലോക ദിനം വന്നാൽ പരിഹാരം തരുന്നോരെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇരുൾ നീക്കി പ്രഭ നൽകി, ഇലാഹിനരുൾ കനിഞ്ഞേകി. ഹിദായത്തിൻ നിലാവേകി, ഇതെന്റെ ഹബീബ് നൂറുല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. വിടാൻ തോന്നുന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ തറാവി അതിന് ശേഷമുള്ള ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കണോണ്ടാവും. മുപ്പര് കിട്ടിയത് അൽഹംദുലില്ലാ നമ്മളെ ഈ സാസിക്ക് ഒരു വലിയൊരു ഔദാര്യമായിട്ട് കിട്ടിയതാണ്. ഏതായാലും അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കണില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അത്രയും കേട്ട് ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഈ രാവ് അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തട്ടെ. എനിക്കവര് വരണമെന്ന് ഓർമ്മ തന്നെയില്ല, സത്യം. ഒരുപാട് തവണ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു രാത്രി ഒരു സ്ഥലത്തേക്കും പരിപാടിക്ക് പോകില്ല. അത് തീരുമാനമാണ്. ദുബായിക്ക് അവരെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ദുബായ് മസ്കറ്റൊക്കെ നോമ്പിനെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ദ്വീപിൽ വിളിച്ചിരുന്നു. അതുകൊണ്ട് വരുലാറെ പോലെ ക്യാമറയായിട്ട് ഇങ്ങോട്ട് വന്നതാ ദൂരെ നിന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവർക്ക് അവസരം കൊടുക്കും വേണം. അൽഹംദുലില്ലാ നമ്മൾ അറിയാതെ ആ വിരിയുന്ന കൊടകൾക്കിടയിൽ ഇങ്ങനെ എത്തിയതുപോലെ മനോഹരമായി നമ്മളെ കൊണ്ടുപോയി മദീനയിലേക്ക്. അദ്ദേഹത്തിൻ്റെ സ്വരത്തിലും വരികളിലൊക്കെ ഇഷ്കിൻ്റെ ഒരു പശ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ തേച്ചൊട്ടിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വരത്തിലും അവരുടെ ഇടപെടലിലും ഒക്കെ അള്ളാഹു നമുക്ക് അവർക്കൊക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഒറ്റ വിളി ഉണ്ടല്ലോ, ആ വല്ലാത്ത വിളി. മീമോടെ തുടങ്ങും മദീന. ആ മീമെന്നാണ്ട് മദീനയിലേക്ക് ഹൃദയഹാരിയായ ഒരു കൽബിന്റെ യാത്ര ആ വിളിയില് ആ ഓളത്തിലുണ്ടായിരുന്നു. ആ യാത്ര ഓളത്തിലുണ്ടായിരുന്നു. അപ്പൊ തന്നെ ആ കൊടന്റെ അടിയിൽ ഇങ്ങനെ പോയിരിക്കണ പോലെ ആയി. വീട്ടിലിങ്ങനെ റൂമിലിരിക്കുമ്പോൾ മദീനയിൽ ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവണം. നമ്മളൊറ്റക്ക് കട്ടില് കിടക്കാണ്, പക്ഷെ ചിന്തകൾ മൊത്തം മദീന. അങ്ങനാണ്ട് കണ്ണടച്ചപ്പോ കിനാവ് മൊത്തം മദീന. യാ അല്ലാഹ്. അപ്പൊ നമ്മൾ അറിയാതെ കൂടും. ഇർതകബതു അലൽ ഖത്താ غير حصر وعدد لك أشكو فيه يا سيدي خير النبي والصلاة على النبي والسلام على الرسول
الشفيع الأبطال والحبيب العربي. മനുഷ്യനെ ഇത്രമാത്രം ഹൃദയത്തെ പിടിച്ച് ഇളക്കുന്ന എനിക്ക് എവിടെയും പിടിച്ചിരിക്കാൻ പറ്റലുണ്ട്. എൻ്റെ ഉമ്മ വഫാത്തായെന്ന് പോയിട്ട് 3 മണിക്കൂർ വേളറിഞ്ഞ ആളെയാണ്. ഉമ്മാനെ മറമാടി. അന്ന് കണ്ണിയത്തുസ്താദിന്റെ ഉറൂസിലെ വേള്. കുറെ ചിന്തിച്ചു, പോക്കാണോ ഹൈറ പോവാതിരിക്കലാണോ ഹൈറെന്ന്. മനസ്സ് പറയും ചെയ്ത് വലിയ ചില ആളുകൾ സംഘാടകരിൽ നിന്നും അല്ലാതെയും അവിടെ വന്നിട്ട് വേള പറഞ്ഞ അതിന്റെ കൂലി ഉമ്മാന്റെ കബറിൽ ആദ്യ രാത്രി അല്ലാണ്ട് കിട്ടൂലെന്ന് വെച്ചപ്പോ ഒറ്റ നീക്കലാണ് നീച്ചു. ഒന്നും ചിന്തിച്ചില്ല. വണ്ടി കയറി 3 മണിക്കൂർ വേള പറഞ്ഞു. അതൊക്കെ എനിക്ക് പിടിച്ചിക്കാൻ പറ്റലുണ്ട്. പക്ഷെ മദീനെത്തി ആ ഖദറിന്റെ മുമ്പിൽ എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. ഞാൻ താളം തെറ്റലുണ്ട്. ഇപ്രാവശ്യം എന്റെ സുനീർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയാം. അള്ളാഹു താല അദ്ദേഹത്തിന് എൻ്റെ കൂടെ തന്നു തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും തന്നെ പെടുത്തൂല. അദ്ദേഹത്തിന് അറിയാതെ അദ്ദേഹം മടിയിൽ കെടുത്തിട്ടാണെങ്കിൽ ചോറും കഞ്ഞും ഞാൻ മറക്കൂല. എൻ്റെ ജീവിതത്തിലൊന്നും മറക്കൂല. ചിലതൊന്നും നമ്മളെ ജീവിതത്തിൽ മറക്കാത്തുണ്ടാവും. ഈ പെട്ടാണ് പറയാൻ ഉദ്ദേശിച്ചല്ല, അറിയാതെ വന്നു വീണതാ. അദ്ദേഹമാണ് എനിക്ക് വായിൽ ചോറും കഞ്ഞൊക്കെ തന്നത്. അത്ര ഒരവസ്ഥയായിരുന്നു മദീനയിൽ നിന്ന്. കാരണം എത്ര മനുഷ്യന്റെ ഹൃദയത്തെ കൽബിനെ പിടിച്ച് ഇളക്കുന്ന ഒരു സ്ഥലം ദുനിയാവിൽ വേറില്ല. അള്ളാഹു നമ്മളൊക്കെ മദീനന്റെ അഹ്ലുകാരിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മളൊക്കെ മുത്തനബിയുടെ മഹബത്ത് കൊണ്ട് ഇസ്സത്തിലാക്കി തരട്ടെ. ലോകത്ത് ഇനി ഇതൊന്നും ഇല്ലാതെ പിടിച്ച് എന്നും അതന്നെയാണ്. ഇനി പ്രത്യേകിച്ച് ഇനിയുള്ള കാലൊന്നും ഒരു നിലക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല. തഖ്വയും മഹബത്തും ഇല്ലാത്തവരൊക്കെ അടിച്ചിത്താവണം. ഈ നമ്മൾ ഏറ്റവും വലിയ അടുപ്പുള്ള ആളുകൾ, കുടുംബമുള്ള ആളുകൾ, സ്വന്തക്കാരെന്ന് കരുതിയ ആളുകളായിരിക്കും നമുക്കെതിരെ വാളുവങ്ങ. ഇനിയുള്ള കാലം അതാണ്. ആ സമയത്ത് ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാനുള്ള ഒരു ഹൃദയബോധം നമുക്കുണ്ടാവണം. ആര് നമുക്കെതിരായാലും എതിരാവാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. അടപ്പിടിച്ച് നിൽക്കണം. ആ കൽബിന് നല്ലൊരു ഖുവ്വത്ത് കിട്ടും, ആന്തരിക ഹെൽത്ത് കിട്ടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. വളരെ ദൂരെ നിന്ന് ക്ഷീണിച്ച് വന്ന് പിന്നെ പാട്ടും പാടിയതിന് ഞാൻ എൻ്റെ വ്യക്തിപരമായ നന്ദി പറയാം. അള്ളാഹു അവർക്കും നമുക്കൊക്കെ ആഫിയത്തുള്ളത് അവരെ കൂടെ അവരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു താല അവരുടെ യാത്രയിലൊക്കെ വർക്കത്തിൽ. ഞാൻ തിരിച്ചു ഒരുപാട് ലോങ് പോകാനുള്ളതാണ്. ഞാൻ കുറേ പേരുണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഓരൊരു വോയിസിൻ്റെ ആവശ്യത്തിന് ഈ വിനീതൻ്റെ ഒരു വോയിസ് കിട്ടാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു താല അത് ഹൈറായി കൊടുക്കട്ടെ. എന്താണോ അവർ ആ വോയിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മദഹിന്റെ സാഹസിനെ സ്വീകരിക്കണേ അല്ലാഹ്. എൻ്റെ കൊച്ചനുജന് വന്നുകൊണ്ട് മനോഹരമായി ഹൃദയസ്പൃക്കായി മധുരരാഗ സ്വരസുധയിലൂടെ മദീനയിലേക്ക് ഞങ്ങൾ മാടി വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്ര കൂടെയുള്ളവരുടേതും സ്വർഗത്തിലേക്കുള്ള യാത്രയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ മാദിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്, മുഹിബീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്, ആശിഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. മദീനയെ കൊണ്ട് ഇസ്സത്താക്കണേ അല്ലാഹ്. വേറൊരു പ്രതീക്ഷയിന് മുമ്പിലില്ല. ആ മദീന കൊണ്ട് ഞങ്ങളെ ഹൃദയത്തെ ഇളക്കി ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തുമനീനത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം ഒന്ന് പതറിയാലും നീ ഞങ്ങൾക്ക് ഖുവ്വത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ രണ്ട് ലോകത്തും വഷളാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മദീനയുടെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഇസ്സത്തിന്റെ, നിന്റെ സക്കീനത്തിന്റെ, നിന്റെ തുമനീനത്തിന്റെ, നിന്റെ റഹ്മത്തിന്റെ വാതായനം തുറന്നു തരണേ അല്ലാഹ്. മാരിഫത്തിന്റെ വിഭവങ്ങൾ തരണേ അല്ലാഹ്. മഹബത്തിന്റെ കുടിനീര് തരണേ അല്ലാഹ്. ഇഹ്സാന്റെ മധുരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീയും നിന്റെ ഹബീബും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്നേഹനിധികളാകണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا ولمن دفن حول هذا المسجد وفي هذه البلدة ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.